ഇന്നത്തെ എപ്പിസോഡിൽ ദേവയാനി ആദർശിൻ്റെ റൂമിൽ പോയി മുട്ടാൻ നോക്കുന്നുണ്ടെങ്കിലും മുട്ടാതെ തിരിച്ചു വരികയാണ്. എന്നിട്ട് നേരെ പോയിട്ട് മുത്തശ്ശിയുടെയും ജലജയുടെയും ഒക്കെ അടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ആദർശിൻ്റെയും നയനയുടെയും കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, നിനക്ക് എന്ത് സങ്കടം ഉണ്ടോ അവർ തമ്മിൽ പിരിയണയിൽ ചോദിക്കുമ്പോൾ, എനിക്കെന്ത് സങ്കടം, എനിക്ക് സങ്കടമൊന്നുമില്ല പറയും. അതിനുശേഷം ആദർശം ഉറക്കത്ത് നിന്ന് ഇരിക്കുമ്പോൾ തന്നെ ആ ടേബിളും ഒരു പേപ്പർ ഇരിക്കുന്നത് കാണാണ്. ആ പേപ്പർ പോയി വായിച്ചു നോക്കുമ്പോൾ നയന അതിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ പോവാണ്, ഇനി എനിക്കിവിടെ ഈ പീഡനം സഹിച്ചിട്ട് നിൽക്കാൻ വയ്യ, മാനസിക പീഡനം എന്നിങ്ങനെ പറയും. അതിനുശേഷം പറയും, ഇനി എന്നാ ആദർശേട്ടനെ എന്നെ തിരിച്ചു വിളിക്കാൻ വരുന്നു അന്നേ ഞാനിനി ഇങ്ങോട്ട് വരുള്ളൂ, അല്ലാതെ ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. പിന്നെ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്ക് അറിയണം, അത് പറയണം എന്നോട്. ഇനി അഥവാ ഞാൻ എന്തെങ്കിലും തെറ്റ് ആദർശനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആത്മാർത്ഥമായിട്ട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, എന്നെ നോക്കണ്ട, ഞാൻ പോയിട്ടുണ്ടാവും ആദർശേട്ടൻ നീക്കുമ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ആദർശ് അതുമായിട്ട് അടിയിലേക്ക് വരികയാണ്. അപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയും, ഇനി അവൾ പോയതിന് ഇനി എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട, എനിക്ക് അവൾ പോയതിലൊരു പ്രശ്നവുമില്ല, അവളിതേ പോയി ഇത് വായിച്ചു നോക്കുന്ന എൻ്റെ നമ്മുടെ ദേവയാനിക്ക് ആ കത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദേവയാനി അത് വായിക്കുമ്പോഴത്തേനും ദേവയാനിക്ക് ആകെ സങ്കടം വരിക. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, നിനക്കെന്തൊരു സങ്കടം ചോദിക്കുമ്പോൾ, എനിക്കെന്ത് സങ്കടം, അവൾ പോവേ വരെ എന്താ ആയിക്കോട്ടെ, ഇവൻ കിടന്ന് കരയാതിരുന്നാൽ മതി പറയും. അപ്പോൾ എൻ്റെ പേരും പറഞ്ഞിട്ട് ഇനി അമ്മ അവളെ വിളിക്കാൻ പോകണ്ട, ആ പോണവരൊക്കെ പോയിക്കോട്ടെ, എനിക്കതിലൊരു കുഴപ്പമില്ല എന്നൊക്കെ തന്നെ പറയട്ടോ. എന്നിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ജലജയാണെങ്കിൽ വേഗം ഓടി ചെന്നിട്ട് അനാമികയോടൊക്കെ കാര്യങ്ങൾ പറയാണ്. അപ്പോൾ അനാമികയ്ക്കൊക്കെ സന്തോഷമാവും, വേഗം വരുന്ന ഡിവോഴ്സ് ആയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ജലജ എന്നിട്ട് അബിയോടും പറയണം. അപ്പോൾ അബിക്ക് അതിൽ വലിയ സന്തോഷമൊന്നുമില്ല. അബി പറയും, അവർ നമ്മുടെ കമ്പനിയുടെ ചീഫ് ഡിസൈനറാണ്, അവർ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കുഴയും, നമ്മുടെ എല്ലാ ഇതും കുറയും എന്നൊക്കെ പറയും. അപ്പം നീ ഇത് ആരോടും പറയല്ലേ, ഇനി എന്നോട് പറഞ്ഞാൽ തന്നെ മതി എന്നൊക്കെ പറയട്ടോ ജലജ. അപ്പം അമ്മ ആരുടെയും കാര്യങ്ങൾ കേട്ടിട്ട് സന്തോഷിക്കാനും സങ്കടപ്പെടാനും നിൽക്കണ്ട, അവരവരുടെ കാര്യങ്ങൾ എപ്പോഴാണ് വെള്ളത്തിലാവുകയെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും. എന്നിട്ട് അവിടെ നിന്ന് അബി അങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ നേരെ നയനയുടെ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.